എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉഷ്ണതരംഗ സാധ്യത പ്രവചിക്കപ്പെട്ടൊരു സംസ്ഥാനമായി നമ്മൾ മാറിയ ഘട്ടത്തിൽ നേരത്തെ തന്നെ സർക്കാർ ആലോചിക്കുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ ആരംഭിച്ച മുന്നൊരുക്കങ്ങൾ കൂടുതൽ പരിശോധിക്കാനായി ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗം ചേരുകയുണ്ടായി. കേരളത്തിലെ അന്തരീക്ഷ താപനില സാധാരണത്തെക്കാൾ ഗണ്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുകളിലേക്ക് താപനില തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ദീർഘകാല വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള എല്ലാ താപമാപിനികളും സാധാരണത്തെക്കാൾ കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2016-ലും 2024-ലും ഉണ്ടായ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വീണ്ടും ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിലവിൽ വന്നു. 3 ജില്ലകൾക്കാണ് പ്രധാനമായിട്ടും ഈ മുന്നറിയിപ്പ് വന്നതെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. 22-23 ദിവസങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് ചൂടിന് നേരിയ കുറവുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഒരു വരണ്ട ദിനാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത കുറയ്ക്കാനുള്ള ഒരു കാരണവശാലുമുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കുകയും ഹ്യൂമിഡിറ്റി വല്ലാത്ത വിധത്തിൽ നമുക്ക് അനുഭവഭേദ്യമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുഭവഭേദ്യമാകുന്ന ചൂട് താപസൂചിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന താപനിലയേക്കാൾ വല്ലാതെ ഉയർന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരെല്ലാവരും പറയുന്നത്. അത് നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്യുകയാണ്. താപനില ഉയർന്നു തന്നെ നിൽക്കുകയും നമ്മുടെ നഗര സ്വഭാവമുള്ള അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി മനുഷ്യന് വലിയ അസ്വസ്ഥത, ഉറക്കത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, ശാരീരികമായി ഉള്ള പ്രതീക്ഷ പോലെ തന്നെ പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടായി ഒരു ഹീറ്റ് സ്ട്രെസ്സ് മനുഷ്യനാകെ വരുന്നൊരു സാഹചര്യമുണ്ട് എന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകമായി പരിഗണിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് വേനൽമഴ 2 ദിവസത്തിനുള്ളിൽ വന്നേക്കും. പക്ഷേ വേനൽമഴ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂടിക്കെട്ടലുകൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് വല്ലാത്ത സ്വഭാവത്തിലുള്ള ഹ്യൂമിഡിറ്റി വന്നു കയറുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചൂട് വർദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന നിലയിൽ പാമ്പ് കടി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടാക്കണം എന്ന് എല്ലാ വകുപ്പുകളോടും പൊതുജനങ്ങളോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ അതീവ ജാഗ്രതയുടെ ഭാഗമായി ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിന് വെള്ളം നൽകിക്കൊണ്ടും ആവശ്യമായിട്ടുള്ള ശാരീരിക വിശ്രമം എടുത്തുകൊണ്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗണിൻ്റെ മാനസികാവസ്ഥയോട് കൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. പ്രത്യേകിച്ച് ഹൃദ്രോഗം, പ്രമേഹം, ചർമ്മരോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിനകത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൗണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. വീടിനും തൊഴിലിടത്തിനും അകത്തും പുറത്തുമുള്ളവർ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും വായുസഞ്ചാരം ഉറപ്പാക്കി ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് 108 ആംബുലൻസുകൾ പൂർണ്ണമായിട്ടും പാമ്പ് കടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആൻറ്റിവനം ലഭ്യമാകുന്ന ആശുപത്രികളുടെ തന്നെ പേരുകൾ ലഭ്യമാക്കി അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള സമയം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കാൻ കഴിയുന്ന ആവശ്യമുള്ളവരാണെങ്കിൽ തൽക്കാലം 2-3 ദിവസത്തേക്ക് കൂടി പുറത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒന്ന് ഒഴിവാക്കണം. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ക്രമീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ക്രമീകരിക്കണം.
അഥവാ ഒരു രക്ഷയുമില്ല പുറത്തിറങ്ങണം എന്ന് തോന്നുന്നവർ പരമാവധി ശരീരത്തിൽ ഈ ചൂട് തട്ടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഡയറക്റ്റ് ഹീറ്റ് വരാതിരിക്കാൻ കൊടകൾ, നിർബന്ധമായും പാദരക്ഷകൾ, സൺഗ്ലാസ് പോലെയുള്ള കാര്യങ്ങൾ, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചു പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇന്ന് ചേർന്ന എല്ലാ വകുപ്പുകളെയും മന്ത്രിമാരെയും പങ്കെടുത്തിട്ടുള്ള യോഗം ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചില വകുപ്പുകളെ ഇക്കാര്യത്തിൽ പ്രത്യേകമായ ചുമതല നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ അഡ്വാൻസായി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തേണ്ട ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അടിയന്തരമായി സഹായിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഈ അർത്ഥത്തിൽ സഹായിക്കണം. പൊതുവായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൊതുജനങ്ങളാകെ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഉഷ്ണ തരംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകണം. ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ പൊതുപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും താൽക്കാലിക പന്തലുകൾ, തണ്ണീർ പന്തലുകൾ വയ്ക്കണം. പൊതുകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് സുഖകരമായി ഇരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യേണ്ടതുണ്ട്. എല്ലാ വകുപ്പുകളോടും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മൃഗസംരക്ഷണ, കൃഷി വകുപ്പുകൾ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, വാട്ടർ അതോറിറ്റി, അങ്ങനെ പ്രധാനമായിട്ടും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട വകുപ്പുകളെല്ലാം പ്രത്യേകമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ ആളുകൾക്ക് ആവശ്യമായ വിശ്രമം നൽകണം. ഇനി യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള തൊഴിലെടുക്കുന്ന ആളുകൾക്ക്, പോലീസ് ഒഴികെ, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് യൂണിഫോം കോഡ് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ഉടമകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നടത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്.